അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള മൈസൂർ മൃഗശാല കാണാൻ കേട്ടോ. അപ്പോൾ പാലസിൻ്റെ അവിടെ എത്തിക്കണ്. എങ്ങനെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ നമുക്ക് വളർത്താം ഞാൻ കാണിച്ചു പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ രാവിലെ ദോശ കഴിക്കും. ദോശയും എന്താണ് ഇഡ്ഡലി ബട ഇഡ്ഡലി കാണുന്നില്ല. കഴിച്ചു നോക്കാം. നമ്മൾ ടേസ്റ്റ് അങ്ങനെ നോക്കാം ഇഡ്ഡലിൻ്റെ. സൂപ്പർ. അങ്ങനെ നമ്മൾ സൂവിനോട് എത്തി. തുറന്നിട്ടില്ല. 10 മണിക്കാണ്. കുറച്ചുകൂടി കഴിയും. വെയിറ്റ് ആൻഡ് സീ. വെയിറ്റിങ്ങിലാണ്. ചെക്കിങ് കഴിഞ്ഞ് ഗുഹയിൽ പ്രവേശിച്ച് പോവുക. ടിക്കറ്റ് ഇട്ടില്ല. ടിക്കറ്റ്. അങ്ങനെ നമ്മൾ മൃഗശാലയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തൊക്കെ ഉണ്ട് എന്ന് കാണാമല്ലോ. മൈസൂർ മൃഗശാല. കുറേ സ്കൂൾ കുട്ടികൾ വന്നിക്കണേ. ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ് കേട്ടോ. 1 2 3 4. എന്താണ് ടിക്കറ്റ് റേറ്റ് തന്നെ? 100 റുപ്യ, 150. എന്താണ് ഇപ്പോൾ എൻ്റെ മാപ്പാണ്. കണ്ട മൃഗങ്ങളൊക്കെ ഉണ്ട്. നോക്കാലോ നമുക്ക്. ഇത്രയും ആളുകൾ ഇതിലുണ്ട്. കിലോമീറ്റർ എത്ര? 100 ഏക്കറിലാണ് കിടക്കണത്. 3 കിലോമീറ്ററോളം നടക്കണം നമുക്ക്. പോയി നോക്കാം. ഫസ്റ്റ് കയറി വന്നപ്പോൾ തന്നെ അവിടെ മലമ്പുഴയ്ക്ക് വേമ്പലുണ്ട്. അവിടെ ഉടപ്പനായിട്ട്. ഇതെന്താ ലവ് ബേർഡ്സുകളോ? ലോകം കേട്ടോ. ഒരുപാടുണ്ട്. അതിനാണ് കൊണ്ടുണ്ടങ്ങണ്ട്. ആഫ്രിക്കൻ. മഞ്ഞക്കിളികൾ. മഞ്ഞയും ഇളം ചുവപ്പും ഒക്കെ ഉള്ള പുലിക്കുട്ടന്മാര്. പാറപ്പുറത്ത് നല്ല മയക്കത്തിലാണ്. തിരിഞ്ഞു നോക്കണില്ല. അവിടെ അടുത്ത് നടക്കണ്ടോ. അവന് പിന്നെ കുറേ പേര് റിസോർട്ടിലുണ്ട് നടക്കണ. സിംഹമുണ്ട് അവിടെ കിടന്നുറങ്ങാണ്ടോ. വിശ്രമത്തിലാണ്. ആള് ജഗതിപ്പില്ലി തന്നെയാണ്. പക്ഷെ അടുത്തേക്ക് കാണില്ല. സൂം ചെയ്തിട്ടാണ് പോലെ കിട്ടണത്. തല തിരിച്ചിക്കണ്. പുറത്തേക്ക് കാണില്ല. വരുന്നുണ്ട്. ഉഷാറായിട്ട് വരുന്നുണ്ട്. കടുവ വെള്ളയാണ്. വെള്ളക്കടുവ വരുന്നുണ്ട്. അതാ നമ്മുടെ സാധനങ്ങളാ. മരം മാന്തി പൊളിച്ചിട്ടുണ്ടോ? ഉഷാറായി വരുന്നതാ. അങ്ങോട്ട് മുന്നോട്ട് പോവാ. ഒരു അടി കിട്ടിയാൽ തന്നെ നമ്മൾ പോകും. ഹിപ്പപ്പൊട്ടാമ എത്ര ആളുണ്ടോല്? 3 ആൾ. 3 ഉടപ്പന്മാര് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തൊക്കെ തിന്നുകൊണ്ട് കാട്ടിപ്പോത്തുകളുടെ ഒരു ജാഗരണ്ട് അവിടെ. ഉടപ്പൻ സാധനമാണ്. മറ്റൊന്ന് ഉണ്ടോ? നല്ല ഓനൊക്കെ എത്ര കിലോ ഉണ്ടോ? നിൽക്കണുണ്ടോ? വെയിറ്റ് 800 കിലോ. അവിടെ കുറെ ഉടപ്പന്മാരുണ്ട്. അപ്പുറത്ത് ഇവിടെ കുറെ ഉണ്ട്. കുറുക്കനോ? ഇപ്പൊ ഇവിടെ വന്ന് കാണണ്ട. പറമ്പ് കൂടെ ഉണ്ടാവുമല്ലോ. തെരങ്കിണി കാണുന്ന മേലക്ക് കുറെ പൊക്കുണ്ട്. അടിയൊക്കെ ഇങ്ങനെ വന്ന് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിരുന്നു കാണാം.
കൂടുതലായിട്ട് നമ്മൾ മിസ്സാക്കണ്ടല്ലോ മാൻകിടാങ്ങൾ കൂട്ടാതെ ഇലക്ക കൂടെ വരുന്നുണ്ടോ. ഇവര് എല്ലായിടത്തും കുറേ ഉണ്ട്, അവിടെ ഒക്കെ ഉണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട്. ഒരുത്ത് നമ്മൾ തന്നെ നോക്കിക്കണ്ടോ വേണ്ടോ. അല്ല ഉടപ്പൻ സാധനം ഉണ്ട് അവിടെ. എന്താ എൻ്റെ പവറ്. അല്ല ഇരുമ്പും കട്ടൻ്റെ ആർക്കാ നിൽക്കണേ. നല്ല സാധനം തന്നെയാണ്. എന്താണ് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് ഉഷാറായിട്ട് നടക്കാതില്ല. ശല്യമല്ല അല്ലാതെ ഉണ്ടോ, ആളുകൾ കമ്മിയാ. നേരത്തെ ആയിട്ടാവോ, ഞങ്ങൾ നേരത്തെ പോന്നിക്കണ്. 8:30 തന്നെ കയറിയിരിക്കണുള്ളത്. കൂടെ വരുന്നുണ്ട് ചീറ്റക്കൂട്ടം. വാട വാട അടുത്തേക്ക് എത്തിയില്ല. അടുത്തേക്ക് നമ്മളൊന്നും ഉഷാറായി കണ്ടതാണ്. ഓടിക്കളിക്കുന്നുണ്ടല്ലോ. ഒളിഞ്ഞു പോയി. അതെ. ഇവിടെ വേറൊരു ഉടപ്പനുണ്ട്, ഓൻ്റെ തുണക്കാരനാണ്. ഒറ്റക്കാണ്, ഓന് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ. ഇവിടെ പിന്നെ നമ്മളെ മങ്കീസ് ഇരിക്കുന്നുണ്ട്, കറുത്ത കുട്ടാപ്പി. ഒറ്റക്ക് തന്നെ ഉള്ളു. ഏതായാലും വേറെ ആരുമില്ല, കൂട്ടിന് ആളില്ലാതെ ഒറ്റക്ക് നിൽക്കണ് ഉണ്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കാണാല്ല. ഇവിടെ ഓനൊറ്റക്ക് ഇവിടെ കാണണല്ലോ. എന്തൊക്കെ കഴിക്കാനുള്ള എന്താണ് തിന്നണേ, ഇല എന്തൊക്കെ ഇല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കിടക്കുന്നുണ്ട്. അവിടെ വല്ല പിള്ളേരാ തലക്കണ്ട്. പിള്ളേരുണ്ടോ, പിള്ളേരതൊക്കെ തീരെ എടുക്കണ. ഓടിക്കളിക്കണതാ വലുതായിക്കണ്. നമ്മളെ പുള്ളിക്കുട്ടം. അങ്ങനെ ചീര കണ്ടോ. എവിടെ ഫോക്കസ് ചെയ്താലും അതിന് ഇതിൻ്റെ കൂടെ പോകണ്ടേ. അങ്ങനല്ലേ അടുത്തുള്ള കമ്പനി ഫോക്കസ് ആക്കി. മുതലക്കുട്ടൻ കരയത്ത് ഇറക്കണം. കരയത്ത് വെള്ളത്തിൽ നിന്ന് കയറി വെയിൽ കൊള്ളണം ആശാൻ. കരടിക്കുട്ടനെ വന്നിക്കണ്. അതാണ് രക്ഷണ്ടാവില്ലേ തലക്ക്. എന്തൊക്കെ നല്ല മാന്തി പോലത്തെ അടുത്ത് വേറെ. അവിടെ രണ്ടാളുണ്ട്. അവിടെ രണ്ടാളുണ്ട് ആണ്. എല്ലാതും ഉണ്ട്. എന്നെ ദുൽമ കാട്ടി കുത്തിരിക്കണത്. ഇവിടെ നടാല പന്നിയാണ് ചെയ്തല്ലേ. സീബ്രകളുണ്ടാവും. സീബ്രകളൊക്കെ ലോങ്ങറാണ്. നമ്മൾ നിൽക്കണ ആ വേരിയേക്ക് വരുന്നതാണ്. ഒക്കെ സൂം ചെയ്തെടുക്കണം. അവിടെ ഒരുപാടെണ്ണുണ്ട് കൂട്ടം കൂടിയാണ് നിൽക്കുന്നത്. വെള്ളം കുടിക്കുന്നുണ്ട്. രണ്ടാളവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ നിൽക്കണ കുറേ ലോങ്ങെന്നാണ്. ഉടപ്പൻ പാമ്പുകൾ. എന്താ മലമ്പാമ്പ. മലമ്പാമ്പിന്റെ കാണും. ഇവിടെ വരുത്തം കിടക്കും. എല്ലാം ഇവിടെ വരുത്തം കിടക്കണം. അതിന്റെ തലേക്കണോ. ഇവിടെ പൊട്ടിപ്പിഞ്ഞ് വരുത്തം കിടക്കണേ. ഇവിടെ ഒരാള് ബ്ലാങ്കറ്റ് മടക്കിച്ചായിരിക്കും മടങ്ങിച്ചുകൊണ്ട് കിടക്കുക. ലേശം ദമ്മ സാധനമാണ്. തലം പാലൊന്നും കാണില്ല. മടക്കും ചുണ്ടക്കണ് പുതപ്പട്ടി വെച്ചായിരിക്കും. ഉടപ്പ തന്നെയാണ്. ഇങ്ങോട്ട് വരും. മഞ്ഞാണ് പക്ഷെ സ്ലോവില്
സ്ലോളിയാണ് വരുന്നത്. അല്ല എനിക്ക് സിനിമയിൽ ഇങ്ങനെ ഇത് ഗ്രീനാണ്. അങ്ങനെ നമ്മളൊരു 3 മണിക്കൂറോളം ചുറ്റിക്കറങ്ങി ലാസ്റ്റ് ജിറാഫിൻ്റെ അടുത്തേക്ക് എത്തി. കുറേ ഉണ്ടാകണ്ടോ, അവിടെ ഒരാളുണ്ട് പുല്ല് തിന്നണ്, ഇവിടെ 2 ആളുണ്ട്, അങ്ങനെ തലക്ക് ഇവിടെ ഒരാളുണ്ട്. ഒരുപാട് കറങ്ങി ലാസ്റ്റ് ഫിനിഷിങ്ങിൽ എത്തിക്കണം. ലാസ്റ്റ് റൗണ്ട് ഇതാണ്. ഇവിടെ പോലെ ജിറാഫിൻ്റെ ഒരു ഉയരം അളന്ന് സ്കൈയിൽ വെച്ചിട്ടുണ്ട്. എത്രയുണ്ട്, 12 മീറ്ററാണ് അതിൽ കാണുന്നുണ്ടോ. 12 മീറ്ററോളം ഉയരമുണ്ട് സാധനത്തിന്. അപ്പോൾ അതൊക്കെയാണ് മക്കളെ നമ്മളെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.